അതായത് 4-ാം മാസത്തെ ഉപയോഗത്തിന് വന്നിരിക്കുന്ന ബില്ലാണ് ഈ 9-ാം തീയതി 5-ാം മാസത്തിൽ ഇവർ തന്നിരിക്കുന്നത്. ഇത് തെറ്റാണ്, തന്നിരിക്കുന്ന റീഡിങ് തെറ്റാണ്. ഇത് എവിടെ നിന്നാണ് ഈ റീഡിങ് വന്നതെന്നുള്ളത് ആണ് ഇവിടുത്തെ. ഇനി ഇത് ക്യുമുലേറ്റീവ് 2653 എന്ന് പറയുന്നതാണ് അല്ലേ? ഇതാണ് നമ്മുടെ ഇത് എക്സ്പോർട്ട് 4534 എക്സ്പോർട്ട് ഇല്ല, കഴിഞ്ഞിട്ടില്ല സാറേ. ഇവര് റീഡിങ് എടുത്ത ആൾ എഴുതി വെച്ചിരിക്കുന്ന 841 ഈ വാല്യൂ തെറ്റാണ്. അതേപോലെ തന്നെ എഴുതിയിരിക്കുന്ന ഈ വാല്യൂ തെറ്റാണ്. അവരുടെ എക്സ്പോർട്ട് വാല്യൂ എവിടുന്നാ വന്നതെന്ന് പോലും അറിയില്ല. അത് മീറ്റർ റീഡിങ് നമ്മൾ എടുത്ത ആളെ കൊണ്ട് തന്നെ രണ്ടാമത് എടുപ്പിച്ച വീഡിയോ ആണ് കാണുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഒരു കസ്റ്റമർക്ക് 16,000 രൂപയുടെ കറണ്ട് ബില്ല് വന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം അതിൽ ഇവർക്ക് 16,000 രൂപ കറണ്ട് ബില്ല് വരികയും ഞങ്ങൾ കസ്റ്റമറുമായിട്ട് പോയിട്ട് KSEBിൽ ചെന്ന് ആ ബില്ലിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത് ബില്ലിന് റീഡിങ് എടുപ്പിക്കുകയും ചെയ്തു. അപ്പോൾ രണ്ടാമത് റീഡിങ് എടുത്തപ്പോഴത്തേന് 16,000 രൂപ എന്നുള്ള കറണ്ട് ബില്ല് അത് 4,000 രൂപയായിട്ട് ചുരുങ്ങി. എന്നാൽ ഈ 4,000 രൂപ പോലും കസ്റ്റമർക്ക് ബില്ലിങ് വരാൻ സാധ്യതയില്ല. ആ ബില്ലിങ്ങിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പം അത് എന്താണ് ആ ബില്ലിങ്ങിൽ വന്ന ഒരു മിസ്റ്റേക്ക് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതിലിപ്പം 2, 3, 4 വിൻഡോസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് 5/2024 എന്ന് പറയുന്നത് 5-ാം മാസത്തെ ബില്ലാണ്. ഇത് 4-ാം മാസത്തെ ബില്ലാണ്, 4/2024. ഇത് 3-ാം മാസത്തെ ബില്ലാണ്. പിന്നെ ഇതിനകത്ത് പുതുതായിട്ട് അവർ മാറ്റി എഴുതി തന്ന ബില്ല്, അതായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 16,000 രൂപയുടെ ബില്ല് മാറ്റി അത് 4,000 രൂപയുടെ ബില്ല് ആക്കിയെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ ഒരു ബില്ലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ അവർ യൂസ് ചെയ്തിരിക്കുന്നത് ആങ്കറിൻ്റെ ഇൻവേർട്ടറാണ് അവിടെ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആപ്പായിട്ടുള്ള SM10 എന്ന് പറയുന്ന ആപ്പാണ്. അത് നമ്മൾ ഡെസ്ക്ടോപ്പ് വെർഷനിലേക്ക് എടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് തുടങ്ങുമ്പോഴത്തേന് ഇപ്പം സാധാരണ വിധത്തിൽ ഇതിപ്പം 3-ാം മാസത്തെ ബില്ല്, അല്ലെ 4-ാം മാസത്തെ ബില്ല്, 5-ാം മാസത്തെ ബില്ല് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഈ 4-ാം മാസത്തെ ബില്ലിൽ ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ ക്യുമുലേറ്റീവ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ താഴെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാം നമ്മുടെ ഫൈനൽ റീഡിംഗ് എന്ന് പറയുന്നതായിരിക്കും അടുത്ത മാസം വരുന്നത്. അതായത് ഇപ്പം 4-ാം മാസത്തെ ബില്ലാണ്, അപ്പോൾ 5-ാം മാസത്തിലേക്ക് വരുമ്പോഴത്തേന് 5-ാം മാസത്തിലെ ഫൈനൽ റീഡിംഗ് ആയിരിക്കും അതിൻ്റെ അടുത്ത 5-ാം മാസം വരുമ്പോഴത്തേന് ഇനിഷ്യൽ റീഡിംഗ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഈ 3-ാം മാസത്തെ ബില്ലിൻ്റെ ഇതിൻ്റെ ഇനിഷ്യൽ റീഡിംഗ് എന്ന് പറയുന്നത് 3-ാം മാസത്തെ ഫൈനൽ റീഡിംഗ് ആയിരിക്കും. അതായത് 1518 ഇവിടെ ഇമ്പോർട്ടിൻ്റെ ഫൈനൽ റീഡിംഗ് എന്ന് പറയുന്നത് 1518. ഈ 1518 ആയിരിക്കും അടുത്ത ബില്ലിൽ ഇനിഷ്യൽ റീഡിംഗ് എന്ന് പറഞ്ഞു വരുന്നത് 1518. അതേപോലെ തന്നെ എക്സ്പോർട്ടിൻ്റെയും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ഫൈനൽ റീഡിംഗ് എന്ന് പറയുന്നത് 2876 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഇനിഷ്യൽ റീഡിംഗ് 2876. അങ്ങനെ ഓരോ ബില്ലിലേക്ക് വരുമ്പോഴത്തേനും അങ്ങനെ മാറി മാറി വരും. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് നമ്മുടെ ഈ 5-ാം മാസത്തെ ബില്ലിൻ്റെ ഇനിഷ്യൽ റീഡിംഗ് എന്ന് പറയുന്നത് ഈ 4-ാം മാസത്തെ ബില്ലിൻ്റെ 2003 എന്ന് പറയുന്നതാണ് ഇവിടെ വരേണ്ടത്. 2003 എന്ന് പറഞ്ഞാൽ 2003 വന്നിട്ടുണ്ട്. അതേപോലെ 4-ാം മാസത്തിലെ നമ്മുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് 3564 അവിടെ എക്സ്പോർട്ടും 3564 വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കസ്റ്റമർക്ക് ഈ മാസത്തിൽ അവരുടെ ഉപയോഗം എന്ന് പറയുന്നത് ഇമ്പോർട്ട് എന്ന് പറയുന്നത് 4477 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഏതാണ്ട് ഒരു 2400 ചില്ലാനം ഇമ്പോർട്ട് ഉപയോഗം കൂടിയിട്ടുണ്ടെന്നാണ് KSEB അവകാശപ്പെടുന്നത്. അതേപോലെ തന്നെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇവർക്ക് 4405 എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ യൂണിറ്റ് 841 യൂണിറ്റാണ് KSEB പറയുന്നത് പ്രകാരം ഇവർ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2471 ഇവരുടെ ഉപയോഗമെന്നും KSEB പറയുന്നത്. അപ്പം ഇതാണ് നമുക്കിപ്പം ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ റീഡിങ് അവർ എവിടെ നിന്നാണ് ഇവർക്ക് ഈ റീഡിങ് വന്നതെന്നുള്ളതാണ്.
നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത്. അപ്പം ഇതിന് ഇവർ പറഞ്ഞിരിക്കുന്ന 841 ഈ ബില്ല് വന്നിരിക്കുന്നത് 5-ാം മാസം വന്നിരിക്കുന്ന ബില്ലാണ്. അതായത് 4-ാം മാസത്തെ ഉപയോഗത്തിന് വന്നിരിക്കുന്ന ബില്ലാണ് ഈ 9-ാം തീയതി 5-ാം മാസത്തിൽ ഇവർ തന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് യൂണിറ്റ് 841. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിനകത്ത് SM10ൻ്റെ ആപ്പ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇവരുടെ മന്ത്ലി ഉള്ള പ്രൊഡക്ഷനാണ് നോക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ 5-ാം മാസത്തെ ബില്ലെന്ന് പറയുന്നത് 4-ാം മാസത്തെ വന്ന ഉപയോഗത്തിൻ്റെയാണ്. 4-ാം മാസത്തെ ഉപയോഗം എന്ന് പറയുന്നത് ഇതാണ് 4-ാം മാസത്തെ. അപ്പോൾ ഇതിനകത്ത് 4-ാം മാസത്തിൽ ആകെ പ്രൊഡക്ഷനാണ്. നമ്മുടെ ഈ ആപ്പിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ആപ്പിനകത്ത് നമ്മുടെ പ്രൊഡക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസ് വരുമ്പോഴത്തേന് ഈ 4-ാം മാസം വന്നിരിക്കുന്നത് 678 യൂണിറ്റാണ് 4-ാം മാസത്തെ പ്രൊഡക്ഷൻ വന്നിരിക്കുന്നത്. ഇത് 3-ാം മാസത്തെയാണ് 672. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ മാറ്റി വെച്ച് കാണിച്ചെന്നേ ഉള്ളൂ. 678 ഇവിടെ വന്നിരിക്കുന്ന ആകെ പ്രൊഡക്ഷൻ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷനേക്കാളും കുറച്ച് കുറവായിരിക്കും. കാരണം നമ്മുടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ ഉപയോഗത്തിൻ്റെ ബാക്കിയാണ് KSEBിയുടെ ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 678 പ്രൊഡക്ഷൻ ഉണ്ടായപ്പം ഇവർ റീഡിങ് തന്നിരിക്കുന്നത് 841 എന്നുള്ള റീഡിംഗ് ആണ്. ഇത് തെറ്റാണ്, തന്നിരിക്കുന്ന റീഡിങ് തെറ്റാണ്. ഇത് എവിടെ നിന്നാണ് ഈ റീഡിങ് വന്നതെന്നുള്ളത് ആണ് ഇവിടുത്തെ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ മീറ്ററിനകത്ത് വന്നിരിക്കുന്ന റീഡിങ് നിങ്ങളെ ആ മീറ്ററിനകത്ത് എങ്ങനെ ഇവർ റീഡിങ് എടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ അടുത്ത മീറ്ററിൻ്റെ ഭാഗം കാണിച്ചു തരാം. അത് നമുക്ക് 1ൻ്റെ ആവശ്യമുള്ളൂ. 1 കിടന്നത് റീഡിംഗ് ആണെന്ന് ചോദിച്ചോ. ഇതാണ് ക്യുമുലേറ്റീവ് ഗാർബേജ്. അതെന്താ ഇമ്പോർട്ട് ആണോ എക്സ്പോർട്ട് ആണോ? ഇമ്പോർട്ട് 704. ഓക്കെ, ഇമ്പോർട്ട് ആണല്ലേ. ഓക്കെ, കൂട്ടിക്കോ. അതായത് T1 T2 T3 എന്ന് പറയുന്നതാണ് ഇമ്പോർട്ട്. അതിന്റെ ടോട്ടലാണ് ക്യുമുലേറ്റീവ്. ഇനി ഞെക്കിക്കും. അപ്പൊ ടോട്ടൽ ക്യുമുലേറ്റീവ് നമ്മളൊന്ന് എഴുതി വെക്കുക ഫസ്റ്റ്. അത് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇനി ഇത് ക്യുമുലേറ്റീവ് 2653 എന്ന് പറയുന്നതാണ് അല്ലേ? ഇതാണ് നമ്മുടെ മര്യാദക്ക് വാർത്ത കൊടുക്കുക. ക്യുമുലേറ്റീവ് ഒന്നും നിർത്തണേ. ക്യുമുലേറ്റീവ് 2653 നമ്മുടെ കൺസെപ്ഷൻ ആയത് അല്ലേ? ഇമ്പോർട്ട്. അപ്പം T1 നമ്മൾ 704 യൂണിറ്റ് എടുത്തിട്ടുണ്ട്. T2 എന്ന് പറയുന്നത് 544 എടുത്തിട്ടുണ്ട്. T3 1403. അതായത് നൈറ്റ് ടൈമിലാണ് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്ലസ് സൈൻ ആണ് ഇപ്പൊ നിൽക്കുന്നത്. സാറ് ശ്രദ്ധിച്ചോളെ. ഇത് എക്സ്പോർട്ട് 4534 എക്സ്പോർട്ട്. ഇല്ല, കഴിഞ്ഞിട്ടില്ല സാറേ. അത്ര എടുത്താൽ മതി. അപ്പം വാല്യൂ എക്സ്പോർട്ട് നമ്മുടെ. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കറണ്ട് ബില്ലിൻ്റെ ഒരു ഡൗട്ട് വന്നപ്പോഴത്തേന് രണ്ടാമത് റീഡിങ് എടുക്കാനായിട്ട് ആളെ വിളിച്ചുകൊണ്ട് വന്ന് രണ്ടാമത് റീഡിങ് എടുത്തതിൻ്റെ വീഡിയോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ രണ്ടാമത് റീഡിങ് എടുത്തപ്പോഴത്തേന് അതിനകത്ത് പ്രത്യേകം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വോയിസ് ലൈവ് വീഡിയോ റെക്കോർഡിങ് ആയതുകൊണ്ട് ചിലപ്പം ശബ്ദം അത്ര ക്ലിയർ ആയിരിക്കത്തില്ല. അപ്പോൾ അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് ഇമ്പോർട്ട് ഇത്രയാണ്, എക്സ്പോർട്ട് ഇത്രയാണെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ആ പറഞ്ഞിരിക്കുന്ന വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെയാണെങ്കിൽ അവരുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പം അവരുടെ പുതിയ ബില്ലാണ്. അപ്പോൾ അതിനകത്ത് എക്സ്പോർട്ട് എന്ന് ആ വീഡിയോ കേൾക്കുമ്പോൾ അതിൻ്റെ സൗണ്ടിനകത്ത് കേൾക്കാം 4534 എക്സ്പോർട്ടും 2653 അവരുടെ ഇമ്പോർട്ടുമാണ്. പക്ഷേ ഇവിടെ ബില്ല് വന്നപ്പോഴത്തേന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇനിഷ്യൽ റീഡിങ് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തിൻ്റെ ബാക്കിയാണ് ഇനിഷ്യൽ റീഡിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ റീഡിങ് വന്നപ്പോഴത്തേന് ഈ 4400 ഇമ്പോർട്ട് എന്ന് പറയുന്നത് 2653 പകരം
2653 പകരം 2653 പകരം 4477 വന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഇവിടെ ഫൈനൽ വരേണ്ടത് 2650 സോറി ഇവിടെ 4534 എക്സ്പോർട്ട് വരേണ്ടതിന് പകരം ഇവിടെ എക്സ്പോർട്ട് എഴുതി വച്ചിരിക്കുന്നത് 4405 എന്നും അതേപോലെ തന്നെ ഇമ്പോർട്ട് എഴുതി വച്ചിരിക്കുന്നത് 2653 പകരം 4477 എന്നുമാണ് വന്നിരിക്കുന്നത്. ഈ 4477 എന്ന് പറയുന്ന റീഡിങ് ഈ കാണിച്ചിരിക്കുന്ന വീഡിയോയിലോ അവരുടെ മീറ്ററിലോ ഇല്ലാത്ത ഒരു വാല്യൂ ആണ്. അതേപോലെ തന്നെ 4505 എന്ന് പറയുന്നതും എവിടുന്ന് വന്ന വാല്യൂ ആണെന്ന് നമുക്കറിയത്തില്ല. ഈ 841 എന്ന് പറയുന്ന വാല്യൂ തന്നെ തെറ്റാണ്. ഈ മാസത്തിൽ ആകെ, അതായത് ഇതിപ്പം 5-ാം മാസത്തിൽ 4-ാം മാസത്തെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം 4-ാം മാസത്തെ എന്ന് പറയുന്നത് ആകെ 678 പ്രൊഡക്ഷൻ ഉണ്ടായിടത്ത് ഇവർ റീഡിങ് എടുത്ത ആൾ എഴുതി വെച്ചിരിക്കുന്ന 841. ഈ വാല്യൂ തെറ്റാണ്. അതേപോലെ തന്നെ എഴുതിയിരിക്കുന്ന ഈ വാല്യൂ തെറ്റാണ്. അവരുടെ ഇമ്പോർട്ട് എന്നുള്ളത് അതും തെറ്റാണ്. ഈ എക്സ്പോർട്ട് വാല്യൂ എവിടുന്നാണ് വന്നതെന്ന് പോലും അറിയില്ല. അത് മീറ്റർ റീഡിങ് നമ്മൾ എടുത്ത ആളെ കൊണ്ട് തന്നെ രണ്ടാമത് എടുപ്പിച്ച വീഡിയോ ആണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഞാൻ എന്തായാലും KCBയെ മൊത്തത്തിൽ പറയത്തില്ല. കാരണം ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ കൊണ്ട് പഴി കേൾക്കുന്നത് മൊത്തത്തിൽ KCB ആണ്. അതേപോലെ തന്നെ ഈ കംപ്ലൈൻറ്റ് നമ്മൾ വന്ന് രണ്ടാമത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് രണ്ടാമത് വന്നവരെ റീഡിങ് എടുത്തപ്പോൾ തന്ന ബില്ലാണിത്. ആ ബില്ലിനകത്ത് നേരെ 4801 രൂപയുടെ ഒരു ബില്ലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം രണ്ടാമത് എടുത്തപ്പോഴും അത് തെറ്റായിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. ശരിക്കും കസ്റ്റമർ ഈ ബില്ല് പോലും അടയ്ക്കേണ്ട ആവശ്യമില്ല. കസ്റ്റമർക്ക് എക്സ്പോർട്ട് കൂടുതലാണ്. അത് കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ വളരെ വ്യക്തമാണ്.